എൻ്റെ പേര് ബിജി. ഞാൻ പന്നിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഞാനും ഉടമ്പടി എടുത്തയാളാണ്. ഞാൻ ഡിസംബർ 26 2023 ഉടമ്പടി എടുത്തു. എൻ്റെ ആൻറ്റി ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഫെബ്രുവരി 25 2023 ഉടമ്പടി എടുത്തു. ആൻറ്റി നിയോഗം വെച്ച് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റിയുടെ ഹസ്ബൻഡിന് 38 വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ്റെ തലവേദന ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 2 ആഴ്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മൈഗ്രെയിൻ്റെ തലവേദന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, അനിയത്തിയുടെ ഹസ്ബൻഡിന് വെരിക്കോസ് വെയിൻ 10 വർഷമായിട്ട് കാല് പൊട്ടി ഒഴുകുമായിരുന്നു. അപ്പോൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി നേർച്ച വസ്തുക്കളും ഉപ്പും ഒക്കെ കഴിച്ചതിൻ്റെ ഫലമായിട്ട് ആ കാല് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ആൻറ്റിയുടെ മകൾ സംസാരിക്കുവാനായിട്ട് മക്കളുടെ കൊച്ചിന് ഒപ്പം സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അമ്മയുടെ തേനും ഉടമ്പടി എടുത്ത ഉപ്പും കാശുരൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അവൾ നല്ല മിടുക്കിയായിട്ട് നന്നായിട്ട് സംസാരിച്ചു. പിന്നെയുള്ളത് എൻ്റെ ആങ്ങളയ്ക്ക് ഒരു വീടില്ലായിരുന്നു. വീടുണ്ട്, പക്ഷേ എന്ന് വെച്ചാൽ വാസയോഗ്യമല്ലാത്ത ഒരു വീടായിരുന്നു. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേഗം വീട് വാങ്ങാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് പലരും പല സഹായവുമായി വന്ന് അവന് ഈ കഴിഞ്ഞ ദിവസം 2 ദിവസത്തിനുള്ളിൽ ഒരു വീട് കിട്ടി. അപ്പോൾ അത് ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് സഹായിച്ചതാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത എന്നാന്ന് വെച്ചാൽ, എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിയെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് ആൻറ്റി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് അന്ന് ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പം എന്നോട് പറഞ്ഞു, മോളെ ഭയങ്കര നൊലോളി ആൻറ്റി. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ആൻറ്റി കാര്യം? ഇപ്പം പറഞ്ഞു, എൻ്റെ ഉടമ്പടി പുസ്തകം നഷ്ടപ്പെട്ടു പോയി. അപ്പം അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കിടക്കുമ്പോഴെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പുസ്തകം എവിടെ പോയി എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആൻറ്റിയോട് വിളിച്ചു പറഞ്ഞു, ആൻറ്റിയുടെ മകൻ അതെടുത്ത് കത്തിക്കണതായിട്ട് എനിക്ക് കാണുന്ന പോലെ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നൂലോളിച്ച് അന്ന് 3 മണി തൊട്ട് ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് രാവിലെ പുസ്തകം കിട്ടിയേ പറ്റൂ, അല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഞാനായിട്ട് ആൻറ്റിയെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചതാണ്, എന്നെ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കതകയിൽ വന്ന് ആരോ ഇങ്ങനെ മുട്ടുന്ന പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ രാവിലെ 3 മണിയായി പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്ക് ബൈബിള് വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോഴേ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആത്മീയ കാര്യമായിട്ട് ബൈബിള് വായന എനിക്ക് ഏറ്റവും ഒരു ഉപകാരത്തിൽ വന്നു. കാരണം എന്നാന്ന് വെച്ചാൽ, എനിക്ക് എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴും ഞാൻ വേഗം ബൈബിൾ എടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അന്നേരം ഞാനിങ്ങനെ ഓർത്ത് ബൈബിൾ വായിച്ച് തുടർച്ചയായി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കതകിൽ വന്ന് ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നി. ആരോ എന്ന് പറയുമ്പോൾ ഞാൻ കതക് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സുഗന്ധം. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഞ്ചാരി മാതാവ് ഒരു പ്രത്യക്ഷമായി അങ്ങ് കണ്ടു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അനുഭവം അങ്ങനെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉടമ്പടി പുസ്തകം എൻ്റെ കാൽക്കൽ തിണ്ണയിൽ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ആ ഉടമ്പടി പുസ്തകം എടുത്തപ്പോൾ ഭയങ്കര സുഗന്ധം. അപ്പം ഞാൻ ആൻറ്റിയെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി പുസ്തകം കിട്ടി, ഇവിടെ എനിക്ക് അമ്മ മാതാവ് കൊണ്ടുപോയി തന്നു എന്ന് പറഞ്ഞു. അപ്പം ആൻറ്റി പിറ്റേ ദിവസം ഞാൻ ആൻറ്റിക്ക് ആ പുസ്തകം കൊടുത്തു വിട്ടു. ഇപ്പോഴും ആ പുസ്തകം എടുത്ത് ആൻറ്റി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സുഗന്ധമുണ്ട്. കൂടെ എനിക്ക് എൻ്റെ വീട്ടിലും സുഗന്ധമുണ്ട്, ഇങ്ങനെ പല സമയത്തും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ആയിട്ട്. അപ്പം എൻ്റെ ആൻറ്റിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി മോളെ, എൻ്റെ കാല് സുഖപ്പെട്ടാൽ ഞാനൊരു 10 ബൈബിൾ നിനക്ക് തരാം. അപ്പം എനിക്ക് ബൈബിളിനോടുള്ള ആ ഒരു ഇഷ്ടക്കേട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരമില്ല ആച്ചാ, എന്നാൽ ബൈബിൾ തന്നേരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ 10 ബൈബിൾ എനിക്ക് സ്പോൺസർ ചെയ്തു. അപ്പം ഞാനത് കൊണ്ടുപോകുമ്പോൾ ഞാൻ സുവിശേഷ വേലയിൽ പത്രങ്ങളൊക്കെ ഞാൻ രോഗികളുടെ ഇടയിൽ കൊടുക്കും, പിന്നെ അനാഥ മന്ദിരത്തിൽ പോകും, പിന്നെ വേണ്ടുന്ന എന്ത് സഹായം ആര് ചോദിച്ചാലും എന്നെ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ആൻറ്റിയും ചെയ്തു കൊടുക്കും. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ മിക്കപ്പോഴും ഈ അക്രൈസ്തവർ എന്നോട് ചോദിക്കുന്നത്,
എനിക്കൊരു ബൈബിൾ തരുമോ ബിജി, കൃപാസനത്തിൽ പോണതാണ്. അപ്പോൾ 14 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഈ അമ്മയുടെ അൾത്താരയിൽ ഞാനിവിടെ ആളുകൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ പൈസ ഇല്ലെങ്കിൽ അവർക്ക് എനിക്കുണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ പലരോടായിട്ടും പലരും സ്പോൺസർ ചെയ്തു, അങ്ങനെയൊക്കെ ഞാനിവിടെ കൊണ്ടുവരുന്നു. ഈ 10 ബൈബിളും ഒരു എല്ലാ അക്രൈസ്തവർക്ക് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അവരും എന്നോട് പറയും, ബിജി ബൈബിൾ തന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് ഈ അൾത്താരയിൽ വന്ന് ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിന് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി.